ഈ മനോജ് എന്ന് പറഞ്ഞിട്ടൊരു ഭക്തൻ ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ആൾരൂപം വഴിപാടിനെ കുറിച്ച് വിശദമായിട്ട് ഒന്ന് പറയുമോ എന്നുള്ളത്. മുൻപും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്, എന്നാൽ ഒന്നുകൂടെ പറയാം. നമ്മളെപ്പോഴും ആൾരൂപം വഴിപാട് സമർപ്പിക്കാം. കൂടുതൽ പേരും അസുഖങ്ങളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ സ്ത്രീയുടെ രൂപം സമർപ്പിക്കാമെന്ന് ഭഗവാന് നേർന്നിട്ടുണ്ടായിരിക്കും. ഒരു സ്വർണ്ണത്തിലോ വെള്ളിയിലോ ആയിക്കോട്ടെ, അത് നേർന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പോൾ കയ്യിൻ്റെ കാലിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ ഭഗവാനെ കൊണ്ടുവന്നിട്ട് സമർപ്പിക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് സമർപ്പിക്കാമെന്നാണ് നമ്മൾ നേർന്നെങ്കിൽ വരുന്ന സമയത്ത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാം കേട്ടോ. സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അത് പൊതിഞ്ഞിട്ടാണല്ലോ കൊണ്ടുവരിക. ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം, നന്നായി പ്രാർത്ഥിച്ചിട്ട്. അതിപ്പോൾ ക്ഷേത്രത്തിന് പുറത്തുള്ള ദീപസ്തംഭത്തിന് ചുവട്ടിലുള്ള ഭണ്ഡാരത്തിലോ, അല്ലെങ്കിൽ ചുറ്റമ്പലത്തിലെ കൊടിമരത്തിന് താഴെയുള്ള ഭണ്ഡാരത്തിലോ, ഇനിയിപ്പോൾ നാലമ്പലത്തിലേക്ക് കയറുകയാണെങ്കിൽ അവിടെയുള്ള ഭണ്ഡാരത്തിലോ നമുക്ക് സമർപ്പിക്കാം. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വരികയല്ല, അങ്ങനെയല്ല നമ്മൾ പ്രാർത്ഥിച്ചെങ്കിൽ ചുറ്റമ്പലത്തിനകത്ത് ആൾരൂപം എടുത്ത് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, കൊടിമരത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ട്, ആ മഞ്ചാടി ചെമ്പിൻ്റെ ഒക്കെ അടുത്ത്, അവിടെ പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്. സ്ത്രീയുടെയും പുരുഷൻ്റെയും രൂപങ്ങളുണ്ട്, കൈകാലുകളുടെ ഉണ്ട്. ഇപ്പോൾ മുഴയൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ രൂപമുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞ ആനയുടെയും ആമയുടെയും കുട്ടിയുടെയും തൊട്ടിലിൻ്റെയും ഭഗവാന്റെയും ഒക്കെ രൂപങ്ങളുണ്ട്. അതിലേതാണോ നമുക്ക് വേണ്ടത് അതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് അവിടെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തൊട്ടിലും കുട്ടീനെ എടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്, വീടുണ്ടാവാൻ വേണ്ടിയിട്ട് വീടെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് എന്താണോ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ അതെടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ സമർപ്പിക്കുക. എന്നിട്ട് യഥാശക്തി ഒരു വഴിപാട് അവിടെ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുക. അത്രയും ചെയ്യേണ്ടു കേട്ടോ. അങ്ങനെയാണ് ആൾരൂപം എടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നതും ആൾരൂപം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഭഗവാനെ സമർപ്പിക്കുന്നതും.